വയനാട് പ്രത്യേക പാക്കേജിനെ ചൊല്ലി ലോക്സഭയിൽ ബഹളം. പ്രിയങ്ക ഗാന്ധിയാണ് വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത്. പാക്കേജ് ഗ്രാൻഡായി പ്രഖ്യാപിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. ചൂരൽമലയിലെ ദുരിതബാധിതരുടെ അവസ്ഥ പരിഗണിച്ച് കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് പ്രിയങ്ക ഗാന്ധി കത്തയച്ചു. വിശദാംശങ്ങളുമായി പി ബസന്ത് ചേരുന്നു. ബസന്ത്, പ്രിയങ്ക ഗാന്ധി എന്തൊക്കെ കാര്യങ്ങളാണ് സഭയിൽ ഉന്നയിച്ചത്? കത്തിന്റെ ഉള്ളടക്കം എന്താണ്? രണ്ട് കാര്യങ്ങളാണെന്നുണ്ടായത്. വയനാടുമായി ബന്ധപ്പെട്ട് ഒന്ന് രാവിലെ കൃഷി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തില് പ്രിയങ്ക ഗാന്ധി പ്രധാനമായും പറഞ്ഞത് വിദർഭ പാക്കേജുമായി ബന്ധപ്പെട്ട് 3 ജില്ലകൾ കേരളത്തിലത് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിദർഭ പാക്കേജിൽ അതിൽ ഒന്ന് വയനാടാണ്. വയനാടിന് പ്രത്യേക പാക്കേജ് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി അവിടെ പോയി. പക്ഷേ ഇതുവരെ ഒരു പൈസയും നൽകിയിട്ടില്ല പ്രത്യേക പാക്കേജായി എന്നാണ് പ്രധാനമന്ത്രി പ്രിയങ്ക ഗാന്ധി ആരോപിച്ചത്. അതോടൊപ്പം തന്നെ റബ്ബർ MSP പട്ടികയിൽ ഉൾപ്പെടുത്തി താങ്ങുവില പ്രഖ്യാപിക്കണമെന്നുള്ളൊരു ആവശ്യവും പ്രിയങ്ക ഗാന്ധി വന്നു. ഇതിന് മറുപടി നൽകിയ ശിവരാജ് സിംഗ് ചൗഹാൻ ആകട്ടെ NDRF-ൽ 138 കോടി രൂപ NDRF-ൽ നിന്നും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അധികമായി നൽകി എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല റബ്ബറിന്റെ MSP പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന വിഷയത്തിൽ മുളകിനെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറുപടി നൽകിയത് പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുകയും ചെയ്തു. വലിയ ബഹളം ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ ഇതിനു മുമ്പ് പ്രധാനമന്ത്രിക്ക് പ്രിയങ്ക ഗാന്ധി ഒരു കത്ത് നൽകിയിരുന്നു. അതിൽ പ്രധാനമായും വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വയനാട്ടിലുള്ള ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള സഹായം അല്ലെങ്കിൽ വായ്പ, പ്രത്യേക വായ്പ എന്നുള്ളത് അത് ഗ്രാൻഡാക്കി മാറ്റണം. മാത്രമല്ല അത് വിനിയോഗിക്കുന്നതിന് കൂടുതൽ സമയം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ആ കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ മാർച്ച് 31-നകം വിനിയോഗിക്കണം എന്നുള്ളൊരു ആവശ്യം ഉൾപ്പെടുത്തിയാണ് ധനമന്ത്രാലയം പണം അനുവദിച്ചത്. അത് കൂടുതൽ സമയം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമന്ത്രി ആ കത്തിൽ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി ബസന്ത്.